നമസ്കാരം. ഇറാനിൽ നടക്കുന്ന യുദ്ധം, ഇപ്പോൾ ഇറാനിലാണ് യുദ്ധം നടക്കുന്നത്. പിന്നെ നടക്കുന്നത് GCC രാജ്യങ്ങളിൽ, അറേബ്യൻ രാജ്യങ്ങളിൽ. നടത്തുന്നത് ഇസ്രായേലും പിന്നെ അമേരിക്കയും കൂടിയിട്ട്. ഇതിലിപ്പം മറ്റേത് രാജ്യക്കാരേക്കാൾ കൂടുതൽ ഈ രണ്ട് രാജ്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കും. 3 രാജ്യങ്ങൾ, ഇസ്രായേൽ, അതുപോലെ തന്നെ ഇറാൻ, അതുപോലെ GCC കൺട്രികൾ അതിനെക്കുറിച്ച് സംസാരിക്കും. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഇന്ത്യക്കാരാണ്. കാരണം എന്താണ്? 96 ലക്ഷം, ദാറ്റ് മീൻസ് ഏകദേശം 1 കോടിയുടെ അടുത്ത് പ്രവാസികൾ അവിടെയുണ്ട്. അത്രയും ആളുകളുടെ ദുരിതം ഇന്ത്യയിലാണ് പറയുന്നത്. സ്വാഭാവികമായിട്ട് അവിടെ ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ ഇവിടെ പലരുടെയും നെഞ്ച് കിടന്ന് പിടയാൻ തുടങ്ങും. പക്ഷേ അതിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 96 സംതിങ്, നമ്മൾ ഒരു 96 ഒതുക്കാം. ഈ 96 ലക്ഷം പ്രവാസികൾ, ആ പ്രവാസികളുടെ കാര്യം ആരും ഇവിടെ ഉറക്കെ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ ചാനലുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? പ്രവാസികളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? അതുപോലെ തന്നെ GCC കൺട്രികൾ, അബുദാബി ആകട്ടെ, ദുബായ് ആകട്ടെ, ഷാർജ ആകട്ടെ, സൗദി അറേബ്യ ആകട്ടെ, ഖത്തർ ആകട്ടെ, ദോഹയാകട്ടെ, മനാമയാകട്ടെ, അല്ലെങ്കിൽ മറ്റേ റൂബി ആകട്ടെ, മസ്കറ്റ് ആകട്ടെ, കുവൈറ്റ്, ഇത്തരം സ്ഥലങ്ങളിൽ പ്രവാസികൾ ഇപ്പോൾ അനുഭവിക്കുന്ന വൈഷമ്യങ്ങൾ, അതിനെക്കുറിച്ച് അത് വലിയ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അവർ ബാഹ്യമായിട്ട്, ധനപരമായിട്ട് അതിനാണല്ലോ അവിടെ പോകുന്നത്. അതോടൊപ്പം തന്നെ ആഭ്യന്തരമായിട്ട്, മാനസികമായിട്ടുള്ള അവരുടെ ഒരു പാനിക് അവസ്ഥ, അതെന്താണെന്ന് ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല. അത് ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ യുദ്ധത്തിൻ്റെ കെടുതികൾ അതിവിടെയുള്ള സമൂഹം, കേരളത്തിനകത്തുള്ള സമൂഹം അതെങ്ങനെയാണ് കെടുതികൾ ഏറ്റുവാങ്ങി, എങ്ങനെയാണ് അവരുടെ ഹൃദയം കലങ്ങുന്നത്, അത് പറയേണ്ടി വരും. ഇവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിൽ പോയാൽ കൂടുതലും ഗൾഫ് രാജ്യങ്ങളിലേക്കാണ്. അതിൽ തന്നെ വലിയൊരു ശതമാനം, ഭീമമായിട്ടുള്ള ശതമാനം വാസ്തവത്തിൽ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകളാണ്. ഇപ്പോൾ അവിടെ നടക്കുന്ന യുദ്ധത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെയുള്ള പ്രവാസികളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, അവരുടെ നഷ്ടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, അവരെ മാനസികമായിട്ടുള്ള ഡിപ്രഷനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പല സത്യങ്ങളും തുറന്നു പറയേണ്ടി വരും. പണ്ടത്തെ പോലെയല്ല സ്ഥിതി. ഒരു കുടുംബത്തിൽ വാപ്പയും ഉമ്മയും ഉണ്ട്, അവിടെ കുറച്ച് മക്കളുണ്ട്. മൂത്ത പയ്യന് 16-17 വയസ്സായി, 10-18 വയസ്സായി. അവന് പാസ്പോർട്ടൊക്കെയും കിട്ടി. അവൻ എന്തെങ്കിലും തക്കട തരികട പഠിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ കാത്തിരിപ്പാണ്. പണ്ട് NOCക്ക് വേണ്ടി, ഇപ്പോൾ ഈ വിസയ്ക്ക് വേണ്ടി, രണ്ടൊന്ന് തന്നെ. അന്ന് NOC എന്നാണ് പറയുക. പിന്നെ ഇപ്പോൾ വിസയ്ക്ക് വേണ്ടി കാത്തിരിപ്പാണ്. കാത്തിരിപ്പ് കഴിഞ്ഞ് അടുത്ത വീട്ടുകാർ ചോദിക്കും, പാത്തുമ്മ മോന് വിസ കിട്ടിയോ? ഇല്ല മോളെ, ഞങ്ങൾ കാത്തിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ വിസ വന്നു. വിസ വന്നു കഴിഞ്ഞാൽ ആൾക്കാരെന്താ പറയുന്നത്? നെക്സ്റ്റ് എന്താ പറയുന്നത് അറിയോ? ഓ, അങ്ങനെ പാത്തുമ്മ രക്ഷപ്പെട്ടു, ആ കുടുംബം രക്ഷപ്പെട്ടു, അതാണ് പറയുക. അവനെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ട് വരെ ഇവരെല്ലാവരും അവിടെ പുറകിൽ പോകും. അവിടെ പോയിട്ട് കണ്ണീരും കൈയായിട്ട് യാത്ര അയക്കുക. മോനെ സന്തോഷമായിട്ട് സുഖമായിട്ട് ആരോഗ്യം നോക്കണം കേട്ടോ എന്നൊക്കെയും പറഞ്ഞു. ഇന്നിപ്പോൾ അങ്ങനെ ഒരു യാത്ര അയപ്പില്ല. ദുബായിലേക്ക് പോകുന്നവരുണ്ട്, വിസ കിട്ടി പോകുന്നവരുണ്ട്. വിസ കിട്ടി കഴിഞ്ഞാൽ ഈശ്വരനി അവിടെ ചെന്നിട്ടുള്ള കാര്യം എന്താണ്? ആവോ ഇതാണ് സ്ഥിതി. അവൻ അങ്ങോട്ട് രക്ഷപ്പെട്ടു. ഓ, അവൻ രക്ഷപ്പെട്ടു. ഇപ്പോൾ എവിടെയാ? അവൻ സ്വർഗത്തിലല്ലേ, ദുബായിലല്ലേ? എന്താ രീതി പോയി കഴിഞ്ഞു. പണ്ടൊക്കെ ദുബായിൽ ലേബർ ക്യാമ്പിലാണ് എവിടെയെന്ന് അറിയേണ്ട ആവശ്യമില്ല. ഈ നല്ല പഠിച്ചറിവുള്ള കുട്ടി MA ആയിരിക്കാം, എഞ്ചിനീയർ ആയിരിക്കാം, ഡോക്ടറായിരിക്കാം, എന്താണെങ്കിലും ഈ കുട്ടി, പെൺകുട്ടി എന്താണെങ്കിലും അവളുടെ മോഹം എന്താ? അച്ഛനമ്മയുടെ മോഹം എന്താ? ദുബായിക്കാരൻ വേണം. പണ്ട് പേഴ്സ്യക്കാരെന്നാണ് പറഞ്ഞിരുന്നത്. ദുബായിക്കാരൻ വേണം. ദുബായ്, ഇന്ത്യ, സൗദി അറേബ്യ ഇതെല്ലാം പെടും. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? അപ്പം ആയതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ചർച്ചയ്ക്ക് വെക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പ്രവാസികളുടെ നീറ്റൽ,
അവർ ചർച്ചയ്ക്ക് വെക്കുന്നില്ല. യുദ്ധത്തിൽ എവിടെ ബോംബിട്ടോ അവിടെ ബോംബിട്ടോ ഇവിടെ ബോംബിട്ടോ അപ്പുറത്ത് ബോംബിട്ടോ മിസൈൽ അയച്ചോ ഡ്രോൺ വന്നോ ഇത് മാത്രമാണ് ചർച്ചാ വിഷയം. ഫെബ്രുവരിയിലാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത്. ആ ഇറാൻ യുദ്ധത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഒന്ന് യുദ്ധത്തെക്കുറിച്ച്, പിന്നെ ചർച്ച ചെയ്തത് നമ്മളുടെ എണ്ണയുടെ വിലയെക്കുറിച്ച്. അതൊക്കെയാണ് വില, പെട്രോളിൻ്റെ കാര്യങ്ങൾ, ഡീസലിൻ്റെ വിലകൾ അതിൽ നിന്നുണ്ടാക്കുന്ന നമ്മളുടെ വീടിനകത്ത് ഉപയോഗിക്കുന്ന പാചകവാതകത്തിൻ്റെ കഥകൾ, ഇതൊക്കെയാണ് നമ്മൾക്ക് വേവലാതികൾ പകർന്നു തന്നിരുന്ന കാര്യങ്ങൾ. ഇന്ധനവില കുതിച്ചു വരുന്നു, കിട്ടാനില്ല, അതിൻ്റെ ആശങ്കകൾ, ഇതാണ് നമ്മുടെ എല്ലായിടത്തെയും ചർച്ചാ വിഷയമായിരുന്നത്. ഒരു കാലഘട്ടത്തിൽ വീടിനകത്തൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ഒരു കുറ്റി അതിന് 3000, 4000, 5000 രൂപ കൊടുത്ത ആൾക്കാരുണ്ട്. പിന്നെ വിറകടുപ്പ് തുടങ്ങി വെച്ച ആൾക്കാരുണ്ട്. ഇപ്പം അത് കേൾക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആളുകളും ഗൾഫ് രാജ്യങ്ങളിൽ മുഴങ്ങുന്ന അപായ സൈറൻ, ആ അപായ സൈറൻ എന്തിൻ്റെ പേരിലാണ് ഗൾഫ് നാട്ടിൽ മുഴങ്ങുന്നത്? മറ്റൊരുത്ത് ബോംബാണ് കൊണ്ടിടുന്നത്, മറ്റേ ഇറാനിലൊക്കെ. പക്ഷേ മറ്റേ ഇവിടെ ഗൾഫ് രാജ്യങ്ങളിൽ അപായ സൈറനാണ് മുഴങ്ങുന്നത്. ദുബായ് എന്ന് പറഞ്ഞ ഒരർത്ഥത്തിൽ സ്വർഗ്ഗമാണ്, ഞാനൊക്കെ പോയിട്ടുള്ളതാണല്ലോ. യാതൊരു വിധത്തിലുള്ള വേവലാതികളുമില്ലാതെ എപ്പോഴും സുസ്മേരവദനന്മാരായിരിക്കുന്ന അവിടുത്തുകാരും ഇവിടുന്ന് പോയ പ്രവാസികളും, കൈ നിറച്ച് ശമ്പളം, വീട്ടിലേക്ക് ഏത് സമയത്ത് വേണ്ടി പോകാനും വരാനുള്ള യാത്രാ സൗകര്യങ്ങൾ, ഇതെല്ലാം ഉണ്ടായിരുന്നൊരു കാലഘട്ടമുണ്ട്. പക്ഷേ അത് അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഏതെങ്കിലും ഒരു കാറിൽ നിന്നൊരു സൈറൻ മുഴങ്ങിക്കഴിഞ്ഞാൽ തന്നെ എത്തിച്ചു നോക്കേണ്ട ഗതിയാണ്. ഇത് കാറിൽ നിന്നുള്ള സൈറനാണോ അതോ മറ്റേ സൈറനാണോ, ഡ്രോൺ വരുന്നതിനുള്ള സൈറനാണോ? ആ രീതിയിലുള്ളൊരു പാനിക് അവസ്ഥയാണ് ഇപ്പോൾ അവിടുത്തെ പ്രവാസികൾക്ക് എല്ലാവർക്കും ഉള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ തയ്യാറില്ല. അതിന് കാരണം എന്താണ്? ഞമ്മൻ്റെ ആൾക്കാർക്ക് വേദനിക്കും. അതുകൊണ്ട് ആ ഒരു കാര്യം ചർച്ചയ്ക്കേ വെക്കുന്നില്ല. അത് വലിയ രൂപത്തിൽ ചർച്ചയ്ക്ക് വെക്കേണ്ട കാര്യമാണത്. ഗൾഫ് നാടുകളിൽ ഏകദേശം 9.6 ദശലക്ഷം, അതായത് 96 ലക്ഷം ഇന്ത്യക്കാരാണ് ജീവിക്കുന്നത്. ഇവരിൽ ഭൂരിഭാഗവും യുദ്ധത്തിൻ്റെ കെടുതികൾ അത് നേരിട്ട് അനുഭവിച്ചവരുണ്ട്, നേരിട്ടല്ലാതെ പ്രത്യക്ഷത്തിലല്ലാതെ അനുഭവിക്കുന്നവരുണ്ട്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ 6 ഗൾഫ് രാജ്യങ്ങളിലാണ് ഇത്രയും ആൾക്കാർ കൂടിയിട്ട് അവിടെ കഴിഞ്ഞുകൂടുന്നത്. പാർലമെൻറ്റിൽ സമർപ്പിച്ച കണക്കുകൾ പ്രകാരം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക കണക്ക് അനുസരിച്ചിട്ട് 2025 ജനുവരി വരെ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൽ 96,79,121 ഇന്ത്യക്കാരാണുള്ളത്. ഇതിൽ 95.7 ലക്ഷത്തിലധികം പേരും നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് NRI ആണ്. അതായത് ഗൾഫിൽ ജോലികൾ ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാർ. ലോകമെമ്പാടുമുള്ള പ്രവാസി ഇന്ത്യക്കാരിൽ 55% ഈ ഒരു പ്രദേശത്താണ് ഉള്ളത്. ലോകത്തിലെല്ലായിടത്തുള്ള പ്രവാസി ഇന്ത്യക്കാരിൽ അമേരിക്കയിലുണ്ട്, റഷ്യയിലുണ്ട്, ഉഗാണ്ടയിലടക്കം എല്ലായിടത്തും ഉണ്ടല്ലോ. പക്ഷേ അതിന് 55%-ലധികം ഈ പ്രദേശത്താണ് അവർ കുടികൊണ്ടിട്ടുള്ളത്. ഭൂരിഭാഗം NRIകളും കേരളം, തമിഴ്നാട്, ഉത്തർപ്രദേശ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലുള്ളവരാണ്. UAE-യിലാണ് ഏറ്റവും കൂടുതൽ പ്രവാസികൾ ജീവിതമാർഗം തേടുന്നത്, 40 ലക്ഷം ആളുകൾ. 56 ലക്ഷത്തിൽ 40 ലക്ഷം, അപ്പോൾ എത്രയായി? 3/4 ഭാഗവും അവിടെയായി എന്നർത്ഥം, അതായത് UAE-യിലായി എന്നർത്ഥം. അതിൻ്റെ തൊട്ട് പിന്നിലാണ് സൗദി അറേബ്യയും കുവൈറ്റും ഉള്ളത്. ഒമാൻ, ഖത്തർ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലും നമ്മുടെ പ്രവാസികൾ ജോലി ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സ്വന്തം രാജ്യത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അതെല്ലാം ചെയ്യാനുള്ള സൗകര്യം ആ രാജ്യത്തുള്ള രാജാക്കന്മാർ മലയാളികൾക്ക്, പ്രത്യേകിച്ചും മലയാളികൾക്ക് അവർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. വലിയൊരു ആപ്തവാക്യം ഞാൻ സ്മരിക്കുകയാണ്. ഒരിക്കൽ 50 വർഷം തികയുന്ന UAE-യുടെ 50 വർഷം തികയുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിൽ ആ സമയത്ത് ഞാൻ അവിടെയുണ്ട്. അന്ന് അവിടുത്തെ മക്തും UAE പ്രധാനമന്ത്രി ദുബായിയുടെ ഉന്നതരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇതിലൊരു ഭാഗം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത്, ഞങ്ങളിവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു, നിങ്ങളും സന്തോഷമായിട്ട് ജീവിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുക, അടിയും നല്ലതും ഉണ്ടാക്കരുത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ഇനി തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലും അവർ പിടിച്ച് 20 കൊല്ലം ജയിലിലൊന്നും ഇടാൻ പോകില്ല. പിന്നെ അതുപോലത്തെ കേസ് അതിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും പിടിച്ച് ജയിലിലിടുമല്ലോ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ സ്വന്തം രാജ്യത്ത് സ്വാതന്ത്ര്യം
അവിടെ ഗൾഫ് നാടുകളിൽ നമ്മുടെ മലയാളികൾക്ക് കിട്ടാണ്ട് മറ്റുള്ളവർക്ക് കിട്ടുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമല്ലല്ലോ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്കാർ കൂടുതലുള്ള ഗൾഫ് രാജ്യങ്ങളിലെല്ലാം തന്നെ അവിടെ അമേരിക്കൻ സൈനിക ആസ്ഥാനങ്ങളുണ്ട്. അതായത് ഇറാൻ അമേരിക്കയ്ക്ക് നൽകുന്ന തിരിച്ചടികൾക്കെല്ലാം നമ്മുടെ പ്രവാസികൾ ഭയക്കണം. അതിനെന്താ കാരണം? അമേരിക്കയുടെ സൈനിക ആസ്ഥാനങ്ങൾ ഇവിടേക്കുണ്ട്. ദുബായിലുണ്ട്, ദുബായിൽ UAE-യിലുണ്ട്, ഖത്തറിലുണ്ട്, അവിടെ എല്ലായിടത്തും ഉണ്ട്. ആയതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഈർഷ്യ മുഴുവൻ തീർക്കുന്നത് അമേരിക്കയോടാണ് തീർക്കേണ്ടത്. അമേരിക്ക ഭൂഗോളത്തിൻ്റെ അങ്ങേയറ്റത്താണ് കിടക്കുന്നത്. അപ്പോൾ അവിടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അവർ വന്ന് ആ ദേഷ്യം തീർക്കുന്നത് മുഴുവൻ എവിടെയൊക്കെയാണോ അമേരിക്കൻ സൈനിക ആസ്ഥാനങ്ങൾ അവിടെയാണ് തീർക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഇറാൻ അമേരിക്കയ്ക്ക് നൽകുന്ന തിരിച്ചടികൾ ആത്യന്തികമായിട്ട് ഏൽക്കുന്നത് GCC കൺട്രികൾക്കാണ് അറിയാം. അത് ആത്യന്തികമായിട്ട് ഏൽക്കുന്നത് നമ്മുടെ പ്രവാസികൾക്കും മലയാളികൾക്കും അടക്കമാണ്. അമേരിക്കൻ സേന ആസ്ഥാനങ്ങൾ മാത്രമല്ല, ഈ രാജ്യങ്ങളിലെ എണ്ണ ഷിപ്പിംഗ് അടിസ്ഥാന സൗകര്യങ്ങൾ ഇറാനിയൻ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ലക്ഷ്യമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ അമേരിക്കൻ സേന ആസ്ഥാനങ്ങളെയാണ് അവർ ആക്രമിച്ചിരുന്നത്. ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, ഇനി ഞങ്ങൾ സഹിച്ചു നിൽക്കില്ല, ഇനിയും അവിടുത്തെ ആസ്ഥാനങ്ങളെ പരിപൂർണമായിട്ട് ഒഴിപ്പിച്ച് വിട്ടില്ലെങ്കിൽ സൈനിക ആസ്ഥാനങ്ങൾ, അമേരിക്കയുടെ സൈനിക ആസ്ഥാനങ്ങൾ മാത്രമല്ല, ആ രാജ്യങ്ങളിലെ എണ്ണ ഷിപ്പിംഗ് എന്ന അടിസ്ഥാന സൗകര്യങ്ങൾ അത് മാത്രമേ ഉള്ളൂ. അവിടെ നെൽകൃഷിയുണ്ടോ? അവിടെ ഗോതമ്പ് കൃഷിയുണ്ടോ? അവിടെ തെങ്ങ് കൃഷിയുണ്ടോ? അവിടെ ആകെ കൂടിയുള്ളത് പെട്രോളിയം, അത് മാത്രമേ ഉള്ളൂ. ആ സാധനത്തെയും ഞങ്ങൾ ലക്ഷ്യമിടുന്നു പറഞ്ഞിരിക്കുകയാണ്. എണ്ണ ഷിപ്പിംഗ് അടിസ്ഥാന സൗകര്യം ലക്ഷ്യമിടുന്നത് ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. ഇറാൻ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ലക്ഷ്യം ഇനി അതാണെന്നാണ് പറയുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന കളിയല്ല പിന്നെ അവിടെ ഉണ്ടാകുക. പ്രധാനപ്പെട്ട 6 ഗൾഫ് നാടുകളിൽ നിന്ന് ഇത്രയധികം 96 ലക്ഷം ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുക എന്നുള്ളത് ദുസ്സാധ്യമായിട്ടുള്ള കാര്യമല്ല, അസാധ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് പ്രതിസന്ധി നിരീക്ഷിക്കുന്നതിനായിട്ട് നമ്മളെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായിട്ട് വിദേശകാര്യ മന്ത്രാലയം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ഗൾഫിലെ ഇന്ത്യൻ എംബസികൾ അതുപോലെ സഹായങ്ങൾക്കായിട്ട് സജീവമാണ്, എപ്പോഴും സജീവമാണ്. അതേസമയം ഇറാനിൽ നിന്ന് അർമേനിയ, അസർബൈജാൻ വഴി 2557 ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായിട്ട് നാട്ടിലെത്തിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടായില്ല. 7000-ഓളം ഇന്ത്യക്കാർ ഇപ്പോഴും ഇറാനിൽ തുടരുന്നുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതോ ഇനി അവിടെ കുടുങ്ങി എന്നാണോ അതിൻ്റെ അർത്ഥം എന്നറിയില്ല. പറഞ്ഞു വരുന്നത്, ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളത്ര ബോധേഡല്ല. നമ്മളതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ സംസാരിക്കുന്നത് എന്താ? എണ്ണവില കയറുന്നു, എണ്ണവില കുറയുന്നു, അല്ലെങ്കിൽ അവരിത്ര ബോംബിട്ടു, ഇവരിത്ര ബോംബിട്ടു, ഇത് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പുറത്ത് കാണുന്ന പുകയും നീറ്റലും തീയുണ്ടല്ലോ, അത് ഓരോ മലയാളിയുടെ അന്തരംഗത്തിലുമുണ്ട്. അവരുടെ മാത്രമല്ല, അവരുടെ കുടുംബത്തിലെ മറ്റുള്ള അംഗങ്ങളുടെ അന്തരംഗത്തിലുണ്ട്. മൊത്തം കേരളത്തിന് അതിൻ്റെ പേരിൽ വേവലാതിയുണ്ട്. ആ ഒരു കാര്യം ചർച്ച ചെയ്യാൻ നമ്മൾ എന്താ തയ്യാറാവാത്തത്? നമസ്കാരം. ജയ് ശ്രീറാം.